ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ളോഗ്. ഇന്ന് ഞങ്ങളുടെ എൻ്റെയും കണ്ണേട്ടൻ്റെയും 10ാമത് വിവാഹ വാർഷികമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഒരു വിവാഹ വാർഷിക ദിനത്തിൽ നമുക്ക് നമ്മുടെ കല്യാണം 10 വർഷം മുന്നേ നമ്മുടെ ആ ഒരു കല്യാണ സമയമാണ് നമുക്ക് ഓർമ്മ വരിക. അതുപോലെ തന്നെ വലിയ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഫംഗ്ഷൻ ആക്കാറുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാനും കണ്ണേട്ടനും 2016 ജൂലൈ 10-ാം തീയതിയാണ് കല്യാണം ഞങ്ങളതുണ്ടായത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജേണി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷങ്ങളുള്ള നിമിഷങ്ങളുണ്ടായി, ഒരുപാട് ദുഃഖങ്ങളുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മൾ രണ്ട് വ്യക്തികളാണ്. ആ വ്യക്തികളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ എല്ലാതും ഉള്ളൊരു വഴക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ളൊരു ജീവിതമാണ്. അല്ലാതെ എല്ലാ സമയത്തും നമുക്ക് സന്തോഷം മാത്രമുള്ള ജീവിതമല്ല, എല്ലാം കൂടി ഉള്ളൊരു ജീവിതമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പരസ്പരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക. ഒരാൾ കയർത്ത് പറയുമ്പോൾ മറ്റാളൊന്ന് താഴ്ന്നു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റാളൊന്ന് ചൂടാകുമ്പോൾ അടുത്ത ആളൊന്ന് താഴ്ന്നു കൊടുക്കുക. എങ്ങനെയൊക്കെയാണ് ഒരു ന്യൂ ജനറേഷൻ ആയിട്ടുള്ള മക്കളോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പല യൂട്യൂബേഴ്സും ചെയ്യുമ്പോഴും അതുപോലെ തന്നെ റീൽസൊക്കെ കാണുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ വളരെ സ്നേഹത്തിലും കാര്യങ്ങളാകുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ വിചാരിക്കുന്നത് ഇതുപോലെയാണ് ഒരു കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഒരു പാർട്ട്ണർ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ അത്രയ്ക്ക് അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു അനുഭവമാണ് ഷെയർ ചെയ്തത്. അതൊക്കെ വെറുതെയാണ്. കാരണം നമ്മൾ ഈ ക്യാമറയിൽ വന്ന് പറയുന്നതൊന്നുമല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടാവുക, ഒരുപാട് ദുഃഖങ്ങളുള്ള നിമിഷങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗുരുവായൂർക്ക് പോവുകയാണ്. അതിന് വേണ്ടി ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാണ്. ഹായ് മണിയേട്ടാ, എന്താ പറയാനുള്ളേ? എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഇതാ. അധികം ലഗേജും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ബാഗും ഇതൊക്കെ ഉള്ളൊന്നും, പിന്നെ കുറച്ച് അത്രയൊക്കെ തന്നെ ഉള്ളൂ. അമ്മ എന്തേലും പറയും ഗുരുവായൂരെ പറ്റി. അപ്പം ഞങ്ങള് പോവാണ്. പിന്നെ ചേച്ചി ചേച്ചി എന്താ ഗുരുവായൂർ ഇവരെപ്പോൾ പോണ്. അപ്പോൾ ഇവരെ ഭാര്യയും ഭർത്താവും കുട്ടിയും പോകുമ്പോൾ ഒരു കട്ടുറുമ്പാണ് ഞങ്ങള്. അപ്പോൾ ഇവരത് സഹിക്കുക. ഇതാണ് ചേച്ചിയുടെ ഭർത്താവ് പ്രകാശേട്ടൻ. പ്രകാശേട്ടാ എന്നാണ് ഞങ്ങളേനൊക്കെ ഗുരുവായൂർക്ക് കൊണ്ടുവിടുന്നത്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? അപ്പൊ പ്രകാശേട്ടൻ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. അങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പ്രിയദർശിനി ബസ്സിലാണ് പോണത്. 12:20 പെരിന്തൽമണ്ണ KSRTC സ്റ്റാൻഡിൽ നിന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രിയദർശിനി ബസ് വെയിറ്റ് ചെയ്യാണ്. എനിക്ക് PSC എക്സാമിനൊക്കെ പോകുമ്പോൾ ഒരു വെയിറ്റിംഗ് ഇല്ല, അതുപോലെയാണ് ഫീൽ ചെയ്യണത്. അത്യാവശ്യം സ്ത്രീജനങ്ങൾ മൊത്തം അവിടെ ഉണ്ട്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആകെ ടെൻഷനാണ്. സീറ്റ് കിട്ടുമോ കിച്ചുണ്ട് പൊന്നു. അപ്പോൾ കുട്ടികളുണ്ടാവുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കിട്ടുമുള്ളൊരു ടെൻഷനാണ്. കാരണം ഇങ്ങനെ കുറേ ലോങ് ഗുരുവായൂർ വരെ ഉണ്ട്, നിന്ന് പോകണ്ടേ. അപ്പം ഞങ്ങൾ സീറ്റ് ഇല്ലാണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ബസ്സിൽ പോകാനുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഭയങ്കര എനിക്ക് ഈ ഒരു പ്രിയദർശിനി ബസ് വന്നപ്പോൾ കുറേ സ്ത്രീകൾക്ക് അത് ഭയങ്കരമായിട്ട് ഉപകാരമുണ്ട്. കാരണം ലോങ് പോകുമ്പോഴും ജോലി ചെയ്യണവർക്കും എല്ലാവർക്കും ഈ ഒരു ബസ് കൊണ്ട് ഭയങ്കരമായിട്ട് ഉപകാരമുണ്ട്. അപ്പോൾ എനിക്ക് ബസ് വരുന്നതൊക്കെ വീഡിയോ എടുക്കണുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. പിന്നെ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ, അപ്പോൾ പെട്ടെന്ന് കയറി സീറ്റ് പിടിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. കിച്ചുവിന് 1/2 ടിക്കറ്റ് എടുത്തു. എല്ലാവരും സ്ത്രീകൾ, ഒരു 5-6 പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗൈസ്, പ്രിയദർശിനി ബസ്സിൽ നമ്മൾ ഗുരുവായൂർ KSRTC സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ കുറച്ച് നടന്ന നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെത്തി. ഇനി നമ്മൾ ഇവിടെ ഒരു ലോഡ്ജ് എടുത്തിട്ടുണ്ട്, ഗോവിന്ദ ലോഡ്ജ്, അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ. അങ്ങോട്ട് പോവുകയാണ് ഞങ്ങളെല്ലാവരും കൂടി. അപ്പോൾ എന്നും കുഞ്ഞിലേ തൊട്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കി നിന്നിട്ടുള്ളത് ഈ ഒരു കുളമാണ്. ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവും അതുപോലെ തന്നെ അവിടുത്തെ മീനുകളൊക്കെ ഭയങ്കരമായിട്ട് നോക്കി നിന്നിട്ടുണ്ട് അന്നും ഇന്നും എന്നും. അങ്ങനെ ഗോവിന്ദ ലോഡ്ജിൽ നമ്മളൊരു റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ജനാലയിലൂടെയുള്ള ഗുരുവായൂരിൻ്റെ ഒരു കാഴ്ചയാണിത്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടിപൊളി കാഴ്ചയാണ്. ഞങ്ങളൊരു 3:30-4 മണിയായിട്ടുണ്ട്. അപ്പോൾ റൂമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു ഇതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല റൂമൊന്നും. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ല റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തേക്ക് ഞാൻ കുഞ്ഞു കുട്ടികൾ ഒരു 7 വയസ്സാകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്തകൾ പറഞ്ഞാൽ എങ്ങനെയായിരിക്കാം ഗുരുവായൂരപ്പനെ എങ്ങനെയാണ് അണിയിച്ചൊരുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇന്നും ഞാൻ ഈ ഒരു ഏജിലും ഞാൻ ഗുരുവായൂർ അമ്പലത്തേക്ക് വരുമ്പോൾ ഇന്നും ഞാൻ ആലോചിക്കുന്നത്, ബസ്സിലിരുന്നിട്ടാണെങ്കിലും നടന്ന് വരുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഇന്നെങ്ങനെയായിരിക്കും ഗുരുവായൂരപ്പൻ അലങ്കരിച്ചിട്ടുണ്ടാവുക, അങ്ങനെ ഒരുപാട് ചിന്തകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. അത്രയും നമ്മളൊരു ഭക്തിയിൽ ഈ ഒരു ഗുരുവായൂർ എത്തുമ്പോൾ നമ്മൾ അലിഞ്ഞു പോകും. ഒരുപാട് വ്യത്യസ്തരായ ആളുകളും എല്ലാവരും ഉണ്ടാവും. ചില ആളുകളൊക്കെ നമ്മൾ എല്ലാ മാസവും വരുന്ന ആളുകളുണ്ടാവുക, ദിവസം വന്ന് തോന്നുന്നവരുണ്ടാവും. അപ്പോൾ ഞങ്ങളിത് ചെറിയ റൂം എടുത്തിട്ടേ ഉള്ളൂ ഒന്ന് ഫ്രഷ് ആവാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 10:30 ആകുമ്പോൾ ശിവേലിയൊക്കെ ഒന്ന് തൊഴണം. ഞാൻ അങ്ങനെ ശിവേലി ഒന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ശിവേലിയൊക്കെ ഒന്ന് തൊഴണം. അത് കഴിഞ്ഞിട്ടാണ് രാവിലെ ഞങ്ങൾ വാഗച്ചാർത്തൊക്കെ തൊഴണമാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാ അറിയില്ല. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ റൂം എടുത്തത്. എന്താ വെച്ചാൽ പൊന്നാര ഇതാ ഭയങ്കര ലുക്കായിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ഞാൻ എന്ത് വീഡിയോ ഇടുമ്പോഴോ എന്തൊക്കെ ഇനി ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ പറയുന്ന ഒരു സബ്സ്ക്രൈബറാ എൻ്റെ. പിന്നെ ചേച്ചി ഇതാ എന്താ ചേച്ചി പറയാനുള്ളത്? എല്ലാവരും ഗുരുവായൂർ വരിക തൊഴുക. അമ്മ ഞങ്ങളെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇൻസിഡന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങോട്ട് പോകുവാണെങ്കിലും പറയും ഇന്ന ഡ്രസ്സ് ഇടാ, ഇന്ന കളർ ഇടാ ഒക്കെ പറയും. പക്ഷേ ഡ്രസ്സിന്റെ കളർ പറയും. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല, ഉണ്ടായിരുന്നില്ല, അതിന് നേരം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇൻസിഡന്റ് ആയിട്ട് ഇതാ ഞാനും വൈറ്റിൽ പോന്നു. എന്റെ ചുരിദാറാണ് ഗേൾസ് കേട്ടോ. ഇപ്പൊ എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ ഓരോ വയസ്സ് കൂടുന്തോറും പറയില്ലേ, എനിക്കിപ്പോ ഇറുകി പിടിച്ച പാൻറ് അങ്ങനത്തെ ഒന്നും ഇടാൻ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. ഭയങ്കര ലൂസായിട്ടുള്ള പാൻറ്, അത് കണ്ടല്ലേ, ലൂസായിട്ടുള്ള പാൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടം. അപ്പൊ ഗായ്സ് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ നിർത്തും ഞാൻ. അപ്പൊ ഇതാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഗൈസ് എന്താ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ ശിവേലിയൊക്കെ പോയി തൊഴട്ടെ. അപ്പം ഇനി കാണാം, ടാറ്റാ. അപ്പോൾ ഗൈസ് എന്താ ഞാൻ വാഗച്ചാർത്ത് തൊഴാൻ വേണ്ടിയിട്ട് ഇതാ പോവുകയാണ്. സെറ്റ് മുണ്ടും ഒക്കെ ചുറ്റിയിട്ട് ഇതാ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം ഇന്ന് പച്ച സെറ്റ് മുണ്ട ചുറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളൊരു വ്ളോഗിലൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ചുറ്റി. ഇതാ ഗുരുവായൂരപ്പനുള്ള മഞ്ചാടിക്കുരിയാണ്. ഇത് ഗുരുവായൂരപ്പന് കൊടുക്കണം. വാഗച്ചാർത്തൊക്കെ തൊഴുത് ഗുരുവായൂരപ്പന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ് ഇതാ ഞാനും അമ്മി ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വാഗച്ചാർത്ത് തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇനി വാഗച്ചാർത്താണോ നിർമ്മാല്യാണോ ഒന്നും അറിയില്ല. എന്തായാലും അപ്പോൾ ഒരു 12:30 ആയിട്ടാണ്. 3 മണിക്കാണ് ഇനി നട തുറക്കുക. അതിനെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ല. അപ്പോൾ ഞങ്ങൾ ചേച്ചി കിച്ചു പ്രകാശേട്ടൻ പൊന്നു ഇവരൊക്കെ കുളി കഴിഞ്ഞിട്ട് ഒരു വരിയിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളിതാ ഇത് പച്ചയാണ് ഞാൻ സെറ്റ് കൊണ്ടൊക്കെ ചുറ്റിയത്. അമ്മ അതാ ഈ പൊന്നുവിന് ചേച്ചീനെയൊക്കെ കാണിച്ചെൻ്റെ ഞങ്ങളെ തൊഴലൊക്കെ കഴിഞ്ഞ അമ്മ. അപ്പോൾ അടിപൊളി ഉഷാറായിട്ടുള്ളൊരു ഗുരുവായൂർ ട്രിപ്പായിരുന്നു. താങ്ക് യു. ചേച്ചിയാണ് കൊണ്ടുപോയത്. ഞാൻ എന്തായാലും പറയും ചേച്ചിയെ. ഞങ്ങൾ ഇന്നലെ ശിവേലി കഴിഞ്ഞിട്ട് വരിക്ക് നിന്നതാണ്. അതുകൊണ്ട് തന്നെ വാഗച്ചാർത്ത് തൊഴാൻ പറ്റി. ഗുരുവായൂരപ്പനെ കണ്ണിറയെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഗൈസ് ഞാൻ ഏത് സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും നല്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു വയ്ക്കും. അതൊക്കെ നമ്മുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കുന്ന സുന്ദരമായ നിമിഷങ്ങളാണ്. അപ്പോൾ അതാ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഗൈസ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ വീണ്ടും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് എപ്പോഴും ഫോട്ടോസ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളിത് അമ്പലത്തിലൊക്കെ തൊഴുതു. കിച്ചുട്ടിതാ എന്താ വെച്ചാൽ പറയാ, ഗുരുവായൂർ കൃഷ്ണ കണ്ണനെ തൊഴുതോ എന്താ പറഞ്ഞ ആകെ ഉറക്കക്ഷീണാണ്. ഞങ്ങള് ഉറങ്ങിയിട്ടേ ഇല്ല. ശനിയാഴ്ച ഒന്നല്ലേ, അപ്പോൾ ഉറങ്ങിയിട്ടേ ഇല്ല. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ഗൈസ് ഞായറാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ നടക്കുക പറയുക. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഞാൻ ഈ ഞായറാഴ്ച ഭയങ്കരമായിട്ട് ഒരുപാട് കല്യാണങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് കല്യാണ പെണ്ണും ചെക്കനും വ്യത്യസ്ത
പൊസിഷനിൽ നിന്നിട്ടാണ് അവർ വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര നമുക്ക് നല്ല രസമാണ് ഇത് കാണാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്ന് കണ്ടു. ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ഇതൊക്കെ സമയത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചില അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളും നമ്മുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. അപ്പോൾ നമ്മുടെ കിച്ചുവിൻ്റെ മെയിൻ ഉദ്ദേശം അമ്പലങ്ങളിലേക്ക് വരികയുള്ളത് അവന് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പല കടയിലും കയറിയിട്ട് സെലക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാറാണ് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് എന്താ പൊന്നു കമ്മലുകൾ നോക്കുകയാണ്. അപ്പം ഞാനും നോക്കി കമ്മൽ എടുക്കണോ എടുക്കണ്ടേയുള്ള ഒരു കൺഫ്യൂഷനിലാണ്. നല്ല അടിപൊളി സെലക്ഷനുള്ള കമ്മലുകളുണ്ട്. പിന്നെ തൊട്ടടുത്ത് നോക്കുമ്പോൾ അത് ഭഗവാനെ കുഞ്ഞിക്കണ്ണൻ ഒരുപാട് വിഗ്രഹങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമൊക്കെയാണ്. അപ്പോൾ കുറേ നേരം നമുക്ക് ഇതിലെന്നെ നോക്കിക്കാൻ തോന്നും. അപ്പോൾ ഭഗവാന്റെ വ്യത്യസ്ത രൂപത്തിലുള്ള വിഗ്രഹങ്ങളാണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ കുറേ അവരോട് ചോദിച്ചു, ഞാനൊരു വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ അവർ പറഞ്ഞെടുത്തോളൂ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതാ ഗൈസ് അടിപൊളിയാണ്. അപ്പം നമ്മുടെ പൂജാമുറിയിലും ഇങ്ങനെ ഒരു കുഞ്ഞിക്കണ്ണനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഓരോ വിളക്കുകളും കാര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള എല്ലാം നല്ല ഭംഗിയുണ്ട്. എനിക്കിതിന്നൊരു മയിൽപ്പീലിയുടെ ഒരു ഇത് വാങ്ങണുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിയിട്ടില്ല. ഇനി അടുത്ത ഗുരുവായൂർ ട്രിപ്പിൽ എന്തായാലും വാങ്ങണം. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു. മേടിച്ച് വരുമ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് ഇതാ ഫോട്ടോഷൂട്ട് തകൃതിയായിട്ട് നടക്കുകയാണ്. പ്രാവുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ അവർ ഭയങ്കര ബ്രില്യൻ്റായിട്ട് ഫോട്ടോഗ്രാഫർ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണുണം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളും കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ടു നിന്നു. പല ഐഡിയാസൊക്കെ അവർ പറയണും ചെയ്യണമൊക്കെ ഉണ്ട്. അത് ഞങ്ങളിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴതാ നമ്മുടെ ബിഗ് ബോസിലെ ശൈത്യ അമ്മയൊക്കെ തൊഴാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ നമ്മളെ ബിഗ് ബോസിലെ ലാലേട്ടൻ്റെ ഷോയിലൊരു കണ്ടസ്റ്റൻ്റാണ് ശൈത്യ. അപ്പോൾ ശൈത്യയുടെ അടുത്ത് പോയി ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞ് വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.